ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ ഗോതമ്പിൻ്റെ അടയും അതുപോലെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ കിച്ചണിൽ ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് സവാള, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെയാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് തന്നെ 2 കറികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിനും ഈ ഇഞ്ചി, പച്ചമുളക്, സവാളയൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേപ്പിലയാണെങ്കിൽ കുറച്ചധികം നമുക്ക് ആ ഫീൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കറിക്കും ഇത് വേണ്ട കാരണം 2 ആക്കി ഞാനിങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൊണ്ട് നമ്മൾ മോര് കറി ഉണ്ടാക്കിയിരുന്നു, അതുപോലെ മറ്റേതുകൊണ്ട് നമ്മൾ ചെറുപയർ തോരനാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലാണ് ഇന്ന് പാചകമൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. ഒന്നാമത്തെ നമുക്കിന്ന് തനി നാടൻ കറികളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൺചട്ടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യാനാണ് കൂടുതൽ ടേസ്റ്റും നല്ല പോഷകപ്രദവും കാണാനും നല്ല ലുക്കൊക്കെ എനിക്ക് അങ്ങനെ തന്നെ തോന്നാറ് കേട്ടോ. മോര് കറിയൊക്കെ ഈ ഒരു കലത്തിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഒരു രസം, നമുക്ക് കഴിക്കാൻ തന്നെ തോന്നും കേട്ടോ. അതുപോലെ ഈ ചട്ടിയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ മൺചട്ടിയൊക്കെ ഞാൻ വാങ്ങിയത് ചാലക്കുടിയിൽ നിന്നാണ് കേട്ടോ. കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്താണ് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തത് കേട്ടോ. ഈ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനെയുള്ള മൺപാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കില്ല. അതൊക്കെ കാണുമ്പോൾ ഒരു ആവശ്യമില്ലെങ്കിലും എൻ്റെ കണ്ണ് അവിടേക്ക് ചെല്ലും, അത് കിട്ടിയേ പറ്റൂ എന്നൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ വാങ്ങി കൂട്ടുന്നതാണ്. അപ്പോൾ രമേശ് ഏട്ടൻ പോവാറായിട്ട് അപ്പോൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഭയങ്കര കാറ്റാണ് ഇന്ന് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്പർ നമുക്ക് വാട്സാപ്പിൽ അതിനെക്കുറിച്ച് മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. കാറ്റായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മെമ്പർമാരൊക്കെ ഇങ്ങനെ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വിടുമായിരിക്കും അല്ലേ, എല്ലാ സ്ഥലത്തും. അപ്പോൾ രമേശായിട്ട് ഇറങ്ങുന്നതിനൊപ്പം തന്നെ നമ്മുടെ മൗഗ്ലിക്കൂട്ടനെ ഇറങ്ങും കേട്ടോ. അവൻ അടുത്ത പറമ്പിലൊക്കെ കളിക്കാനും നിൽക്കാനൊക്കെ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഉച്ചതിരിഞ്ഞ് ഹരിതകർമ്മസേനക്കാർ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ചാക്കുകെട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മൗഗ്ലിക്കൂട്ടനാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാണ്. അവനെ പിടിച്ചു കൊടുക്കുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല കേട്ടോ. അവൻ അകന്ന് മാറിയും അവിടെ ഇവിടെയൊക്കെ നിന്നും കഴിഞ്ഞ് ഇങ്ങനെ അവരെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിതകർമ്മസേനക്കാർ ഈ മഴയത്തും വെയിലത്തും എല്ലാ സമയത്തും നമ്മുടെ വീട്ടിലെ ഈ പ്ലാസ്റ്റിക്കും മറ്റും ശേഖരിക്കാനായിട്ട് വരുന്നവരല്ലേ. അപ്പോൾ അവർക്ക് ഈ ജോലിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ അവർ മഴയായാലും വെയിലായാലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് പോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കൊക്കെ മഴ നനയാതെയൊക്കെ കെട്ടി സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇവർ ആദ്യമായിട്ട് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു വിമുഖതയായിരുന്നു കേട്ടോ. ഈ പ്ലാസ്റ്റിക്കൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ കാശ് കൊടുക്കണമല്ലോ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നിയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടും വീടും ഒക്കെ നല്ല ശുചിത്വമുള്ളതായിട്ട് തീരുള്ളൂ. അതുകൊണ്ട് ആ ചെറിയൊരു ഫീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ഒരു വാശിയും ദേഷ്യമൊന്നും കാണിക്കരുത് കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ നാടും എല്ലാം നമുക്ക് ശുചിയാക്കാം. ഒന്നാമത്തെ ഇപ്പോൾ മഴക്കാലമാണ് അല്ലേ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ കൂട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മഴക്കാല രോഗങ്ങളൊക്കെ വരും, ഓരോ പകർച്ചവ്യാധികളൊക്കെ പൊട്ടിപ്പുറപ്പെടുക ഈ ഒരു കാലത്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് കഴിയുന്നതും ഈ പാഴ്വസ്തുക്കളും മറ്റുമൊക്കെ ശേഖരിച്ച് കഴിഞ്ഞ് നമ്മൾ ഇവർക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഇവിടെ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകിട്ടൊന്ന് അലക്കാനും അതുപോലെ പുറത്തിറങ്ങി ഓരോരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്കൊരു ടൈമൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ മഴ വരുമ്പോഴൊക്കെ ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇങ്ങനെ പ്ലാവൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോഴിമക്കളെയൊക്കെ അഴിച്ചു വിടും കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ. അപ്പോൾ രാത്രി പിന്നെ നമുക്കൊരു രക്ഷയില്ലല്ലോ. കാര്യം ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ താഴത്തെ കമ്പുകളും ഒക്കെ നമ്മൾ വെട്ടിമാറ്റിയൊക്കെ കൊടുത്തിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. എന്നാലും നമുക്കൊരു ഭയമൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ടി വിയിലാണെങ്കിൽ ന്യൂസിലെ മഴവെള്ളപ്പാച്ചിലും അതുപോലെ മരം കടപുഴകി വീണ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ന്യൂസുകളൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ ആർക്കും ഒരു ആപത്തില്ലാതെ നമ്മുടെ ഈ മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം നിക്കുനും സംഘത്തിനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മഴയില്ലാത്തൊരു സമയം. കാരണം ആ ഒരു സമയത്താണ് ഇവർക്ക് ഇങ്ങനെ മണ്ണിൽ ചിക്കിച്ചകഞ്ഞ് നടക്കാനായിട്ട് പറ്റുള്ളൂ. മൗഗ്ലിക്കാണെങ്കിലും ഇവർ നടക്കുമ്പോഴാണ് ഇവരുടെ കൂടെ അവനും ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കാം കേട്ടോ. അപ്പോൾ മഴയുണ്ടെങ്കിൽ ഇവരെ തുറന്ന് വിട്ടാലും ഇവർ ഓടി വന്ന് മഴ കൊള്ളാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ അവിടെ കൊണ്ടുപോയി നമ്മൾ അരിയും അതുപോലെ തിന്നാനുള്ളതൊക്കെ കൊണ്ടുവന്ന് വെക്കുകയും വേണം കേട്ടോ. നമ്മുടെ ഗ്രോ ബാഗൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഈ ഡ്രസ്സും കൂടി ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും ഗ്രോ ബാഗൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ.
അത് ഇതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. എന്തൊരു മാച്ച് എന്ന് വിചാരിച്ചു പോയി കേട്ടോ. അപ്പോൾ ദാ ഇതിൽ നമ്മൾ പച്ചമുളകും തൈകൾക്ക് ദാ നല്ല നീട്ടം കൂടിയിട്ട് അങ്ങ് ഇങ്ങൊക്കെ വീണ് തല്ലി അലച്ചൊക്കെ കിടക്കുകയാണ് കേട്ടോ. കാറ്റും മഴയും ഒക്കെ കൊള്ളുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വേഗം നല്ല നീട്ടമുള്ള പച്ചമുളകും തൈകൾ പറിച്ചും കഴിഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. നമ്മൾ ആ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്രോ ബാഗുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്തിരി ആഴത്തിൽ കുഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നേരെ നിന്നോളും. എങ്ങനെ വളഞ്ഞ് പൊളഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിലും അത്രയും അങ്ങോട്ട് നമ്മൾ മണ്ണിലേക്ക് അങ്ങോട്ട് താഴ്ത്തി അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എൻ്റെ നിഴലായിട്ട് നമ്മുടെ മൗഗ്ലിക്കുട്ടനെ ഓടി വരും കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ ചെയ്യണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പച്ചമുളകും തൈ കുഴിച്ചിടാണല്ലോ. ഞാൻ ആദ്യം കരുതിയത് വെണ്ടത്തൈ ഇതിൽ കുഴിച്ചിടാമെന്നൊക്കെയാണ് വിചാരിച്ചേട്ടാ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ വെണ്ട വിത്തുകൾ പാവിയും കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രോ ബാഗിൽ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ചെറിയ വെണ്ടത്തൈ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ അത്ര ഹൈറ്റാണ് ആ വെണ്ടത്തൈക്ക് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗ്രോ ബാഗിൽ നിൽക്കുന്നത് കാണാൻ ഒരു ഭംഗിയില്ല, അത് മണ്ണിൽ നട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെണ്ട വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് പറിച്ചും കഴിഞ്ഞിട്ട് ഞാൻ പറമ്പിലാണ് കേട്ടോ, മണ്ണിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഇനി അത് ചെറിയ തൈയാവുമെന്ന് എനിക്കറിയില്ല. ഗ്രോ ബാഗുകളിലൊക്കെ നിൽക്കുന്നത് കാണാൻ ചെറിയ ചെറിയ തൈകൾ നിൽക്കുന്നത് കാണാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് ഇപ്രാവശ്യത്തെ എങ്ങനത്തെയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയില്ലാതെ കുറച്ച് സമയം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കുറച്ച് സമയം നമ്മൾ എന്തെങ്കിലും വിത്തുകളിട്ട് മുളപ്പിക്കുക അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി തൈകൾ വെക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്വയം പര്യാപ്തതയാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റി നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് കറി വെക്കാനോ അല്ലെങ്കിൽ പച്ചമുളകാണെങ്കിൽ അത് പറിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കറികളിൽ ഇടാനോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ള പുതിയ തൈകൾ വെക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെ ആരും കൃഷിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്തു തുടങ്ങിക്കോളൂ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരെണ്ണത്തിൽ നിന്ന് എന്തെങ്കിലും കായൊക്കെ പറിക്കാനായിട്ട് പറ്റിയാൽ അടുത്തതും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വെച്ച് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഇത്രയും ഗ്രോ ബാഗുകളിലൊക്കെ ഓരോരോ തൈകളും വിത്തുകളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ രമേശ് ഏട്ടൻ വരേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് റിയൊക്കെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റിങ്ങിൽ കേട്ടോ. റിയും മൗഗ്ലിയൊക്കെ അവരെയൊക്കെ വിചാരം രമേശ് ഏട്ടനെ എന്നും വരുമ്പോൾ മീൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ എവിടെ ഉണ്ടെങ്കിലും ഈ ഒരു ടൈം ആകുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ടൈലിൽ ഇങ്ങനെ റോഡിലേക്ക് നോക്കിയിരിക്കും കേട്ടോ. എങ്ങാനും രമേശ് ഏട്ടൻ വൈകിയുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് റോഡ് സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കും, ഇപ്പോൾ വരുമോ വരില്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് പാടുണ്ടാവില്ല. എനിക്കല്ലേ ഫോൺ വന്നിട്ടുണ്ടാവുള്ളൂ കുറച്ച് ലേറ്റായിട്ട് വരുള്ളൂ എന്ന്. പക്ഷെ നമുക്ക് ഇവരെ അറിയിക്കാൻ പറ്റില്ലല്ലോ, ഇവർ റോഡിലിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത്രയ്ക്ക് സ്നേഹമാണ് ഇവർക്കൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ റിയയുടെ ബേബി നല്ല സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് റിയ ഇങ്ങനെ കൊച്ചിന് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ പൂച്ചകൾ ഇത്ര സ്ഥലം മാറ്റും അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെയാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ കാറിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെക്കും 2 ദിവസം, അത് കഴിഞ്ഞാൽ വേറെ ഒരു സൈഡിൽ കാണാം, വിറക് വെച്ചിരിക്കണം അവിടുത്തെ കാണാം, അങ്ങനെ മാറ്റി അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ടെറസിൽ കാണാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസൊന്നും റിയ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഏത് വീട്ടിൽ വളർത്തണം എന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ രമേശ് ഏട്ടൻ വന്നു കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ കർക്കിടക 7 കഴിയാതെ മീനൊന്നും വെക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ മൗഗ്ലിക്കും റിയയ്ക്കും പറഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ അവരിതേ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് ഓടി വരും. അപ്പോൾ രമേശ് ഏട്ടൻ ഭയങ്കര സങ്കടം കേട്ടോ. അയ്യടാ അവരിപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അടുത്തൊരു മഴക്കാരൊക്കെ വന്നു കഴിഞ്ഞ് നല്ലപോലെ ഇരുട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കോഴിമക്കൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കോഴിക്കൂട്ടിൽ കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് കയറുന്നത് അല്ലി തന്നെയാണ്. അല്ലിക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. ഇട്ട് കൊടുത്തിരിക്കുന്ന തീറ്റ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമാണ് അവൾ കൂട്ടിലേക്ക് കയറുള്ളൂ കേട്ടോ. അല്ലീനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ നിക്കുമോന് ബോറടിച്ചു. അതുകൊണ്ട് നിക്കുമോൻ കൂട്ടിലേക്ക് തന്നെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കോഴിക്കൂടിൻ്റെ വാതിലടയ്ക്കാതെ മൗഗ്ലിയും എൻ്റെ കൂടെ വരില്ല കേട്ടോ. മൗഗ്ലിയും ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ റിയ അതേ ബേബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അല്ലിയാണെങ്കിൽ ആഞ്ഞ് പിടിച്ച് കൊത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ.
എല്ലാവരുടെ കമൻസിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.